ടീമിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഫാസിൽ എന്നോട് പറഞ്ഞു നമുക്കൊരു റിസപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നമുക്ക് പോകാൻ പറഞ്ഞപ്പോൾ എന്നോട് അന്നേരം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മൾ എത്തിയെന്ന്. അങ്ങനെ അടുത്ത ഉടനെ റിങ്ങും വാട്ടറും കിട്ടിയതിന് ശേഷം ഞാൻ അന്നേരം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ഫ്രഷ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഓ എനിക്ക് ചായ വേണമെന്നുണ്ടെങ്കിൽ ചായക്കടയിൽ കയറിക്കോന്ന്. അങ്ങനെയെല്ലാം കൂടി ഇതൊക്കെ കണ്ടതിന് ശേഷം ഒന്നും നോക്കി മക്കൾ ആരുടെ കല്യാണം എന്ന് വെച്ചപ്പോൾ എന്നോട് അന്നേരം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ റോഷൻ്റെ കല്യാണമാണ്, അഫ്ന ഷെറീനാണ് വധു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന്. അങ്ങനെ കയറി ഉടനെ നമ്മളൊരു വീഡിയോ എടുത്ത് കഴിഞ്ഞ ഉടനെ നമ്മളെന്താക്കാണ് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി നോക്കുന്നത്. ഇത്രയും തിരക്കുണ്ടപ്പോൾ ഞാൻ ഫാസിലിനോട് ചോദിച്ചപ്പോൾ ഫാസിൽ എന്നോട് പറഞ്ഞു 2500 ആൾക്കാരുടെ പരിപാടി ഉണ്ട്. ഞാൻ വെച്ച് ഇതാരാ കേറ്ററിംഗ് ഒക്കെ നടത്തുന്നതെന്ന്. കോയാസ് കേറ്ററിംഗ് ആണ് നടത്തുന്നത് പറഞ്ഞപ്പോൾ അന്നേരം തന്നെ ഞാൻ പറഞ്ഞു വെച്ചുകൊണ്ട് ഇത് നമ്മളെ സ്വന്തം അൻവർ ഖാൻ്റെ കേറ്ററിംഗ് സർവീസ് ആണല്ലോ. പിന്നെ സ്പെഷ്യലിൻ്റെ കാര്യങ്ങളൊന്നും പറയാത്തട്ടോ നല്ലത്, നമുക്കെന്തായാലും ഫുഡ് കഴിച്ചിട്ട് നേരെ ഊട്ടുപുരയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫാസിലിനോട് പറഞ്ഞു വെച്ചുകൊണ്ടെങ്കിൽ വേഗം കഴിച്ചു നോക്കുന്നവരുണ്ട്. എൻ്റെ മക്കൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന മാതിരി തന്നെ നല്ല അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അൻവർക്ക് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊറാട്ട ലൈവായിട്ട് ചൂടുന്നുണ്ടപ്പം തന്നെ നമ്മളെന്താക്കാണ് നേരെ മുന്നോട്ടൊക്കെ പോയി വെക്കുന്നവരുണ്ട് വെള്ളാപ്പോ ലൈവായിട്ട്. ഇവിടെ എല്ലാം ലൈവായിട്ട് എന്ന് പറഞ്ഞാൽ അതിനെ തട്ടനും കൊണ്ടുപോക്കൊക്കെ പെട്ടെന്ന് എന്നൊക്കെ പറയില്ലേ, അതേമാതിരി തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കേറ്ററിംഗ് സർവീസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. അൻവർക്ക് അടിച്ചു പൊളിച്ച് നിങ്ങളെ കൈമിലങ്ങ് തരും. പിന്നെ നമ്മൾ ഇതൊക്കെ ചുടുന്ന കണ്ടതിന് ശേഷം എൻ്റെ മോനെ നമ്മളെ ഹൈദരാബാദി ബിരിയാണീൻ്റെ എന്നാ കല്ലെടുത്ത് മാറ്റിക്കോ ധൈര്യമായിട്ട് മാറ്റിക്കോ എന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് പൊട്ടിക്കില്ലേ. ഇതൊന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നോഫൽക്കാക്ക് നിൽക്കാൻ നേരമില്ല കേട്ടോ. നല്ല അടിപൊളിയിൽ കൊയ്ക്കലൊക്കെ കൊയ്ച്ചതിന് ശേഷം നമ്മളെന്തൊക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.